പ്രീത, ഈ ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ജമ്മു കാശ്മീരിലെ ആ തീവ്രവാദി ആക്രമണം, അതിൽ ഈ ആക്രമണം നടത്തിയവരുടെ രേഖാചിത്രമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ആണ് ഈ വേല കാണിച്ചിരിക്കുന്നത്. നാളെ ഇന്നിപ്പോൾ ഇരുട്ടി നേരം വെളുത്ത് എന്നെ അകന്ന് തന്നെ യവന്മാരെ പൊക്കിയിരിക്കും എന്നുള്ള കാര്യത്തിലേക്കാണ് പോകുന്നത്. അമിത്ഷാ അവിടെ തന്നെ ഉണ്ട്. പ്രധാനമന്ത്രി തിരിച്ചു വന്നു. സൗദി സന്ദർശനം നിർത്തിവെച്ച് അദ്ദേഹം തിരിച്ചു വന്നു. അപ്പോൾ എങ്ങനെ പോകുന്നു ഈ അന്വേഷണം എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം. അതായത് ചേട്ടാ, പഹൽഗാമിലാണ് വെറും തീവ്രവാദി ആക്രമണം എന്ന് പറയുന്നത് ശരിക്കും ഭീകരവാദം തന്നെയാണ്, ഭീകരവാദ പ്രവർത്തനം തന്നെയാണ്. ഭീകരവാദികളാണ് അവരോട് മതം ചോദിച്ചിട്ടാണ് അവരെ വെടിവെച്ച് കൊന്നത്. ഒരാൾ മലയാളി കൂടിയാണ്. അദ്ദേഹത്തിന്റെ മൃതദേഹം 7:30 ആവുമ്പോഴേക്കും ഇവിടെ നെടുമ്പാശ്ശേരിയിൽ എത്തിക്കുമെന്നുള്ളതാണ് വിവരം. അമിത്ഷാ അവിടെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്നത് കസൂരി, അങ്ങനെയാണ് ആ ഭീകരവാദിയുടെ പേര്. ലഷ്കർ ഇ തോയ്ബയുമായി ബന്ധമുള്ള ഏജന്റുമാർ തന്നെയാണിത്. ലഷ്കർ ഇ തോയ്ബ, ഇന്ത്യൻ മുജാഹിദീൻ, അങ്ങനത്തെ അതുമായി ബന്ധപ്പെട്ടുള്ള പാക് തീവ്രവാദ സംഘടനകളെല്ലാം അതിൽ നിന്നുള്ള എല്ലാത്തരം ആളുകളും ചേർന്നുകൊണ്ട് കൊടുത്തിട്ടുള്ളതാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന് പറയുന്ന TRFിലെ അംഗങ്ങൾ. അപ്പോൾ ഇത് നേതൃത്വം നൽകുന്നത് ലഷ്കർ ഇ തോയ്ബ തന്നെയാണ്. അതിൽ യാതൊരു സംശയവും വേണ്ട. അത് നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ അത് ഉറപ്പിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് ആ തീവ്രവാദികളുടെ രേഖാചിത്രം പോലും പുറത്തുവിടാൻ, അത് സത്യത്തിൽ അത് പാകിസ്ഥാനിൽ വലിയ അമ്പരപ്പുണ്ടാക്കിയിട്ടുണ്ട്. എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ലിങ്ക് കിട്ടി എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഭയന്നുപോയി. കാരണം ആർട്ടിക്കിൾ 370 എടുത്ത് മാറ്റിയതിനു ശേഷം അത് ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത് അവരുടെ, അതായത് ഈ ഭീകരവാദികളുടെ ഒരു പ്രധാന ആവശ്യമായിരുന്നു. അപ്പോൾ 2019 കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും എന്താ പറയുക കനത്ത ഒരു ഭീകരാക്രമണമാണ്. കാരണം സാധാരണക്കാരാണ് മരിച്ചിട്ടുള്ളത്. സാധാരണ ഏറ്റുമുട്ടലിലൊക്കെ നമ്മുടെ ജവാന്മാർക്കാണ് വീരമൃത്യു ഉണ്ടാകുന്നതൊക്കെ. ഇത് വീണ്ടും സാധാരണക്കാർ ഇത്രയേറെ മരിച്ചിരിക്കുന്നത്. 29 പേരോളമാണ്. സംഖ്യ ഉയരാമെന്നൊക്കെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. അപ്പോൾ സൗദി സന്ദർശനം നിർത്തിവെച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരിച്ചെത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതിന്റെ പ്രാധാന്യം എന്താണെന്ന്. വെറുതെ വിടില്ല എന്ന് തന്നെയാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവൽ, പിന്നെ റോയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ രവി സിൻഹയാണ്, അദ്ദേഹം NIA-യുടെ ചീഫ്, ഇവരെല്ലാവരും കൂടി തന്നെ IB എല്ലാവരും കൂടി തന്നെ ചേർന്നുകൊണ്ട് ഒരു യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന് ശേഷം കൃത്യമായ രീതിയിൽ നമ്മുടെ ഏജൻസി ഇപ്പോൾ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതായത് റോയുടെ ഏജൻസ് ഇപ്പോൾ തന്നെ ഈ കസൂരി ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘത്തെ പിടികൂടാൻ വേണ്ടിയിട്ട്, ഇവരെ സംരക്ഷിക്കാൻ എന്തായാലും തത്രപ്പാട് പെടുന്നത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ പറഞ്ഞ് ഞങ്ങൾക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ അതിനപ്പുറം ഒന്നും പറയില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. മാത്രമല്ല ഇപ്പോൾ ഇന്ത്യയെ ചേട്ടൻ അറിയാമല്ലോ, അന്താരാഷ്ട്ര തലത്തിൽ, ആഗോളതലത്തിൽ ഇന്ത്യയുടെ ഒരു എന്താ പറയുക പ്രമാണിത്വമുണ്ട്. അത് അങ്ങനെ തന്നെ പറയാം. ഒരു അപ്രമാദിത്വം ഇന്ത്യക്ക് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് റഷ്യൻ പ്രസിഡന്റ് 3 രാജ്യങ്ങളുടെ രാഷ്ട്രത്തലവന്മാരുടെ, പ്രധാനപ്പെട്ട രാഷ്ട്രത്തലവന്മാരുടെ പേര് പറഞ്ഞപ്പോൾ നിങ്ങൾ മറന്നുപോയി ഇന്ത്യ കൂടിയുണ്ട് എന്ന് പറയുന്നത് ലോകരാഷ്ട്രക്രമത്തിൽ ഇന്ത്യയുടെ പേര് വന്നു എന്നതിൻ്റെ സൂചന കൂടിയാണ്. അപ്പോൾ ഇന്ത്യ ഇനി എടുക്കുന്നത് എന്ത് തീരുമാനമാണ് എന്നറിയാനാണ് പ്രധാനമായിട്ടും നമ്മളുടെ സൗഹൃദ വലയങ്ങളിലുള്ള രാജ്യങ്ങളായിട്ടുള്ള ഇസ്രയേൽ, അമേരിക്ക, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കാത്തു നിൽക്കുന്നത്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം വരുന്നത് നമ്മുടെ ഏജന്റുമാർ, അതായത് റോയുടെയും ഒക്കെ ഏജന്റുമാർ, നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം ഏറ്റവും മികച്ച രീതിയിലുള്ളവരാണ് ഇതിലെല്ലാം ഉള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുള്ള ഭീകരവാദ ആക്രമണങ്ങളെല്ലാം നടക്കുമ്പോൾ തന്നെ നമ്മൾ പറയും, പലരും വാർത്തകളിൽ പറയും, അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം പറയും, പല രാജ്യങ്ങളിലുമൊക്കെ ഭീകരവാദികൾ കൊല്ലപ്പെടുമ്പോൾ പറയും ഇതിനു പിന്നിൽ
ഇന്ത്യൻ റോ ഏജൻസ് ആണ് എന്ന് പറയും. അതായത് ഇന്ത്യയുടെ റോ എന്ന് പറയുന്ന വിങ് നിർജീവമായി കിടന്നിരുന്നതായിരുന്നു. ഇപ്പോൾ അത് എന്താ പറയാ, ഏറ്റവും അതിന്റെ നല്ലൊരു രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് എവിടെയെങ്കിലും ഒരു ഭീകരവാദി കൊല്ലപ്പെട്ടാൽ, അജ്ഞാതരാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെങ്കിൽ പണ്ട് എന്ത് പറയും, മൊസാദ് ആയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ ഇപ്പൊ പറയുന്ന പേര് മുഴുവൻ റോയാണെന്നാണുള്ളതാണ്. വളരെ സജീവമാണ്. കൃത്യമായിട്ട് ഇതിനുള്ള 8ന്റെ പണി കിട്ടുമെന്നുള്ളതാണ്. ഈ പറയുന്ന ഭീകരവാദികൾ എവിടെ ഒളിച്ചാലും, അതായത് ഇവരുടെ റഡാറിൽ തന്നെ ഇതിനകം തന്നെ, അതായത് ഒരു സെക്കൻഡ് മതി ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നടത്താനായിട്ട്. ഇവിടെ നമ്മുടെ ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരുമ്പോൾ ഇനി കിട്ടുന്നത് ഇന്ന സ്ഥലത്ത് ഇന്നയാളുണ്ട്, ഇയാളെ എങ്ങനെ തീർക്കണം എന്നത് മാത്രമാണ് ഇനി ഇവിടെ നിന്ന് പോവേണ്ടത്. അതെ, ജീവനോടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ വേറെ പല തീവ്രവാദ ബന്ധങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. തീവ്രവാദ ബന്ധങ്ങളും പുറത്തു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ അവിടെ എന്താന്ന് വെച്ചാൽ ചില സമയങ്ങളിൽ ഇവരെ കിട്ടുമ്പോ നമ്മൾ കാണുന്നുണ്ട് ഇസ്രായേൽ എങ്ങനെയാണ് ഹമാസ് ഭീകരർക്ക് നേരെ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട അല്ലേ അവരെ തീർത്തത് എങ്ങനെയാണെന്ന് അറിയാം. കാരണം അവര് ജീവനോടെ കിട്ടിയാൽ നല്ലത്, ഇല്ലെങ്കിൽ ഷൂട്ട് അറ്റ് സൈറ്റ് ആയിരിക്കാനും സാധ്യത ഏറെയല്ലേ. അതെ അതെ അതെ, ഇല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകുമല്ലോ. അപ്പൊ ഇപ്പോ ഈ പറയുന്ന സുരക്ഷാ ഉപദേഷ്ടാവായിട്ടുള്ള അജിത് ഡോവലും മോദിയും മറ്റ് നമ്മുടെ സുരക്ഷാ ഏജൻസികളും എല്ലാവരും തന്നെ ചേർന്നുകൊണ്ട് യോഗങ്ങൾ ചേരുന്നുണ്ട്. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. സംശയം ചോദിച്ചോട്ടെ, ഈ റാണയെ ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്തതിന്റെ പ്രതികാര ബുദ്ധിയാണ് എന്നൊരു ഭാഷ്യം കൂടെ ഇതിൽ കേൾക്കുന്നുണ്ട്. അത് എത്രത്തോളം സത്യമാണോ? അതും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അതിനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 85,000-ഓളം എന്താ പറയാ സ്വദേശികളല്ലാത്ത ആളുകളെ കശ്മീരിൽ താമസിപ്പിച്ചിട്ടുണ്ട്. അവർ സ്ഥലം കയ്യേറുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു കാര്യം. അതായത് ഇന്ത്യ വേദനിക്കണം, ഇന്ത്യക്ക് ഇതൊരു താക്കീതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പൊ തന്നെ അറിയാമല്ലോ നമ്മുടെ ഇവിടെ ഈ ഒരു G20 അല്ലെ നടന്നത്, കശ്മീരിൽ വിദേശികളടക്കം വന്നിരിക്കുന്നു. അതെ അതെ, കഴിഞ്ഞ് നടന്നത്. അപ്പൊ കാശ്മീരിൽ നിന്ന് ഭീകരവാദം പൂർണ്ണമായി ഏതാണ്ട് തുടച്ചു നീക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ഈ ആക്രമണം വരുന്നത്. അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് വിദേശ സഞ്ചാരികളെ കേന്ദ്രീകരിച്ചാണ്, ടൂറിസമാണ്. അപ്പോൾ ഈ ടൂറിസം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ അവിടെ എന്താവും, അവിടെ ഇതെല്ലാം ബ്രേക്ക് ആവും. ഇവർ വീണ്ടും എന്താ പറയാ അടച്ചുപൂട്ടപ്പെടും. അപ്പൊ ഇവിടെ ഇവർക്കിടയിൽ തന്നെ കശ്മീരികൾക്കിടയിൽ തന്നെ ഇതൊരു വിഷയമാണ്. 370 പോയി, 370 എടുത്തു മാറ്റിയതിന്റെ ഗുണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജനതയിലേക്ക്, അതായത് ഈ വിഷം കുത്തിവെക്കുക എന്നുള്ളത് കൂടി ഇവരുടെ ഒരു പ്രധാന അജണ്ടയാണ്. അപ്പോ ഇതല്ല സുരക്ഷിതത്വം, ഞങ്ങൾക്ക് കീഴിലാണ് നിങ്ങളുടെ സുരക്ഷിതത്വം എന്ന് പറയിപ്പിക്കേണ്ട തീരുമാനമുണ്ടായിരുന്നു. അതുകൂടിയാണ് ഇതിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ 85,000 ആളുകൾ, അതായത് ചേട്ടാ 85,000 സ്വദേശികളല്ലാത്തവർ, അവിടത്തുകാരല്ലാത്തവർ അവിടെ താമസിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന പ്രധാന കാര്യം എന്താണ്, മറ്റുള്ളവർ കൂടി വരുന്നു. അപ്പോൾ ഈ കാശ്മീരിൽ ഭീകരവാദ പ്രവർത്തനം നടക്കുന്നത് അവിടെയുള്ള ചില തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങളുള്ളവരുടെ പിന്തുണയോടുകൂടിയാണ്. അപ്പോൾ ഇവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ സ്വദേശികളല്ലാത്തവർ അവിടെ എത്തുമ്പോൾ കഴിയില്ല. അപ്പോൾ ഈ സ്വദേശികളല്ലാത്തവരെ അവിടെ നിന്ന് തുടച്ചു നീക്കിയാൽ മാത്രമേ ഈ പറയുന്ന ആളുകളിലേക്ക്, കശ്മീർ ജനതയിലേക്ക് തന്നെ ഈ തീവ്രവാദികൾക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഈ 370 എടുത്തു മാറ്റിയതോടുകൂടി, പുതിയ ആളുകളെ അവിടെ താമസിപ്പിച്ചതോടുകൂടി അവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ ഈ ആളുകളെ എല്ലാവരും പുറത്തു നിന്നുള്ളവർ വന്നു, ഇവർക്ക് പഴയ പോലെ ഇറങ്ങി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഇതിന് കനത്ത തിരിച്ചടി. കസൂരിയല്ല, അവന്റെ അപ്പുപ്പം എവിടെ പോയി ഒളിച്ചാലും ഇതിനകം തന്നെ റോയുടെയും NIA-യുടെയും ഒക്കെ ഏജന്റുമാർ അതിനുള്ള വല വീശി കഴിഞ്ഞു. ഇവരെവിടെയാണ് എന്നുള്ളതിന്റെ കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതിന് കസൂരിയെ എങ്ങനെ ഇവിടെ എത്തിക്കുമെന്നുള്ളത് മാത്രമേ ഇനി നമ്മൾ നോക്കിക്കാണേണ്ടത്. അതെ, ജീവനോടെ എത്തിക്കുമോ അല്ലാതെ എത്തിക്കുമോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇനി നോക്കിക്കാണാനുള്ളത്.